ഹലോ, വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിലെ IT പബ്ലിക് എക്സാം ആണ് ഫെബ്രുവരി 1-ാം തീയതി മുതൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുന്നുള്ളത്. ചില കുട്ടികൾ ഓക്കെയാണ്, അത്യാവശ്യം എല്ലാം അറിയാമെന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ഏകദേശം എങ്ങനെ നമുക്ക് പഠിക്കാം, ഏത് രീതിയിൽ ഇനിയുള്ള ദിവസം കൃത്യമായിട്ട് IT എക്സാമിന് വേണ്ടി ഉപയോഗിക്കാം, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അതേ രീതിയിൽ പഠിച്ചോളൂ. എന്നാലും ഏകദേശം ഒരു ഐഡിയ ആണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ഇപ്പം തന്നെ, അതായത് ഇപ്പം തന്നെ നിങ്ങളുടെ IT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇനി പറയുന്ന 3 ചാപ്റ്ററുകൾ നോക്കണം. ഓക്കെ, അത് കൃത്യമായിട്ട് വായിക്കണം. ഒന്നാമത്തത് നെറ്റ്വർക്കിംഗ്, രണ്ടാമത്തത് ദ വർക്കിംഗ് ഓഫ് ദ ഇന്റർനെറ്റ്, മൂന്നാമത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഈ 3 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വായിക്കുക. ഓക്കെ, കാരണം ബാക്കിയുള്ള 7 ചാപ്റ്റേഴ്സ് പ്രാക്ടിക്കലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ആ ചാപ്റ്ററിൽ നിന്ന് തിയറി ഇല്ല എന്നല്ല, ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ ഈ 3 ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ 3 ചാപ്റ്റേഴ്സ് അവിടെ പ്രാക്ടിക്കലിൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല എക്സാമിന്, പക്ഷേ തിയറിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൃത്യമായിട്ടൊന്ന് വായിക്കുക. കാരണം അങ്ങനെ വായിച്ചാൽ തന്നെ അവിടെ അതിൽ നിന്ന് വരുന്ന പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ 3 ചാപ്റ്റർ ആദ്യം നിങ്ങൾ ആ 3 ചാപ്റ്റർ മുഴുവനായിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാടൊന്നുമില്ല, കുറേ സമയമൊന്നും എടുക്കില്ല, കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്, വേഗത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കുള്ളത് ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി എക്സാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ളത് 30, 31 ജനുവരി 30, ജനുവരി 31 നിങ്ങളുടെ മുന്നിലുള്ള ദിവസം. ഓക്കെ, ഇനി ഫെബ്രുവരി 1 അതിനുശേഷമാണ് നിങ്ങളുടെ എക്സാം ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത്രയും സമയം കിട്ടും. അതായത് 30-ാം തീയതി ഉണ്ടല്ലോ, 30-ാം തീയതി നിങ്ങൾ പ്രാക്ടിക്കൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഈ രീതിയിൽ തന്നെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല, ഒരു ചെറിയൊരു ഐഡിയ പറയുന്നതാണ്. നിങ്ങൾക്ക് അതിനേക്കാൾ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? 30-ാം തീയതി കൃത്യമായിട്ട് പ്രാക്ടിക്കൽ പഠിക്കാൻ വേണ്ടി സമയമെടുക്കാം. ഓക്കെ, ഒരു രാവിലെ ഒരു 7 മണിക്കൊക്കെ ശേഷം നിങ്ങൾക്ക് കുറേ പ്രാക്ടിക്കൽ ചോദ്യങ്ങളും അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോകൾ ഈ ചാനലിൽ തന്നെ വരും. നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വരും. അപ്പോൾ ഇങ്ക്സ്കേപ്പിൽ നിന്ന് ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവും, സൺക്ലോക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവും, QGIS ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവും, ലിബർ ഓഫീസ് ബേസ്, അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുക. 30-ാം തീയതി തന്നെ ആ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം അപ്ലോഡ് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ വീഡിയോ 30-ാം തീയതി പ്രാക്ടിക്കൽ അത്യാവശ്യം നിങ്ങൾ പഠിച്ച് റെഡിയാക്കുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ പഠിക്കാം. പല കുട്ടികൾക്കും ലാപ്ടോപ്പ് ഇല്ല എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പറയാം, നിങ്ങളുടെ ടീച്ചറോട് പറ്റുമെങ്കിൽ ലാബിൽ ഒരു സൗകര്യം ചെയ്തു തരാൻ പറയാം, അല്ലെങ്കിൽ അതൊന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെടുത്തെങ്കിലും ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിക്കുക, എന്നിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ട് പറ്റുമെങ്കിൽ പഠിക്കുക. അത് ഈ ഒരു 2 ദിവസം കൊണ്ട് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇനി ഒരു തരത്തിലും ഇത്തരത്തിൽ ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ വീഡിയോസ് കൃത്യമായിട്ട് കാണുക. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പഠിക്കാൻ പറ്റും, തിയറി പഠിക്കാൻ പറ്റും, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടായാലും വീഡിയോസ് കണ്ടിട്ടായാലും പഠിക്കുക. ഓക്കെ, വീഡിയോസൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ 30-ാം തീയതിത്തെ കാര്യം റെഡിയാലോ? 30-ാം തീയതി നിങ്ങൾ എത്രയും ചെയ്യുക. അത് ഉറക്കൊഴിച്ചിരുന്ന് കാണുമെന്നല്ല, നിങ്ങൾക്ക് കൃത്യമായുള്ള ബ്രേക്ക് എടുത്തിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതേ ഉണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യാം? 31-ാം തീയതി രാവിലെ നിങ്ങൾ തിയറി പഠിക്കാൻ വേണ്ടി നോക്കാം. 31-ാം തീയതി രാവിലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന PDF-കളായിട്ടും നമ്മൾ തരുന്ന വീഡിയോകളായിട്ടും ഒക്കെ കാണാം. PDF-ഉം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ തരും, അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് 31-ാം തീയതി നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഓക്കെ, 31-ാം തീയതി രാവിലെ. എന്നിട്ട് 1-ാം തീയതി എക്സാം ആണെങ്കിൽ 31-ാം തീയതി വൈകുന്നേരം ഒരു 6-7 മണിയാകുന്ന സമയത്ത് പ്രാക്ടിക്കലും തിയറിയും ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, തിയറിയിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പ്രാക്ടിക്കലിൽ ഏതെങ്കിലും ഇനി നോക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പഠിച്ചത് കുറച്ച് വിഷമമുള്ളതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടു നോക്കുക. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു രാത്രി തീർക്കാം. 31-ാം തീയതി രാത്രി ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും വീഡിയോസോ ലൈവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. കാരണം അവിടെ ഒരു റിവിഷനാണ് നമ്മൾ നടത്തുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്ത് അത് നോക്കിയാക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-ാം തീയതി സെറ്റായിട്ട് എക്സാമിന് പോകാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ രീതിയിൽ കൃത്യമായിട്ട് ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുക എന്നല്ല, കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് എന്നാൽ ആവശ്യത്തിന് IT-ക്ക് സമയം മാറ്റി വെച്ചിട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് തന്നെ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ അയ്യോ എനിക്ക് സമയമില്ല, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു, IT-ക്ക് എനിക്ക് A+ പോവോ, IT-ക്ക് മാർക്ക് കുറഞ്ഞു പോവോ, ഇങ്ങനത്തെ ടെൻഷനൊന്നും നിങ്ങൾ വേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസം നല്ല കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ ആണല്ലോ? ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ സമയം ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ മനസ്സ് വെച്ച് റെഡി ആവുകയാണെങ്കിൽ ഇനിയും നമ്മുടെ മുന്നിൽ സമയമുണ്ട്.
അപ്പോൾ ഒരു IT വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.